ഹലോ ഗായ്സ്, അങ്ങനെ ഡ്രാമയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ നായികയും അവളുടെ ഫ്രണ്ട്സിനെയും ആണ് കേട്ടോ. എന്നിട്ട് അവർ ഓരോ കഥ സംസാരിച്ച് പോവുകയാണ്. ഇന്ന് കുഴപ്പമൊന്നുമില്ലാലോ, നമുക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പോൾ നല്ല പേഷ്യൻസിനെ കിട്ടും, അങ്ങനെ ഇനി കുറെ കാശ് കിട്ടുമല്ലോ. ആ നോക്കാടി, എന്ത് ചെയ്യാനാ, നമ്മുടെ ഓരോ ദിവസം കളക്ഷനൊക്കെ വളരെ കുറവാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. ഇതേ സമയത്താണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ നായികയുടെ ഫ്രണ്ട്സിനെ തന്നെയാണ് കാണിക്കുന്നത്. അവർ ഹോസ്പിറ്റലിൽ പോയിട്ടാണെങ്കിൽ ആരും ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈച്ചയാട്ടി ഇങ്ങോട്ട് ഇരിക്കുകയാണ്. എടി എന്ത് ചെയ്യൂടി നമ്മ, തിരക്കൊന്നും ഇല്ലാലോ, ആ നോക്കാം. ഇതേ സമയത്താണെങ്കിൽ നായികയുടെ പഴയ ഒരു ഫ്രണ്ടിനെ കാണിക്കുകയാണ് മാഗസിന്റെ അകത്ത്. ഇവനിപ്പോ ഇത്ര വലിയ സ്റ്റാർ ഒക്കെ ആയോ, നിനക്കറിയോ ഇവനെ? എനിക്കറിയായിരുന്നു, എന്റെ ഒപ്പം പഠിച്ചതാണ്, നിനക്ക് ചെറുതായിട്ട് ക്രഷ് ഉണ്ടായിരുന്നില്ലേ? എനിക്ക് ഇവനെ ക്രഷ് ഒന്നും ഉണ്ടായില്ല, ഒന്ന് പോടി വന്നേ. എനിക്ക് അങ്ങനെ ഇവനായിട്ട് ക്രഷ് പോയിട്ട് ഒരു ഇഷ്ടം പോലും ഉണ്ടായില്ല, എല്ലാവർക്കും ഇവനോട് ഉണ്ടായിരുന്നേ, പക്ഷെ എനിക്ക് മാത്രം ഉണ്ടായിരുന്നില്ല. ഉവ്വ ഉവ്വ. ഇതേ സമയത്ത് പിന്നേടി ഒന്ന് ചുമ്മാ എടി, നീ ഒന്ന് എടി, ഞാൻ പറഞ്ഞ സത്യമാണ്, എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഇതേ സമയത്ത് ഒരു പേഷ്യന്റ് വരികയാണ്. ദൈവഭാഗ്യത്തിന് ഒരു പേഷ്യന്റെങ്കിലും വന്നല്ലോ. എന്റെ പല്ലൊന്ന് കുറെ നാളെ നല്ല വേദന എടുക്കുന്നു, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഓക്കെ ഓക്കെ, നമുക്ക് എല്ലാം ചെക്കപ്പ് ചെയ്ത് നോക്കാം, എന്നിട്ടാണ് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. സാറേ, ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ, പക്ഷെ അതിന് കുറച്ച് കാശ് കൂടുതലാണ് കേട്ടോ. അപ്പൊ അവൻ പറയുകയാണ്, കാശോ, അതൊന്നും എനിക്കൊരു വിഷയമല്ല, എനിക്ക് എന്റെ പല്ല് മാത്രം റെഡിയാക്കി തന്നാ മതി. കൊള്ളാലോ, അന്ന് നമുക്ക് നല്ല സ്റ്റെഡ് തന്നെ ഇടാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ക്യാഷ് ഒക്കെ ഉടനെ തന്നെ പേ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നായകയുടെ ഫ്രണ്ടിന്റെ അടുത്ത് അവനൊരു മിസ്ബിഹേവ് ആയിട്ട് ചെയ്യുകയാണ്, കൈമക്കരനെ പിടിക്കുകയാണ് കേട്ടോ. അപ്പൊ അവൾക്ക് തോന്നുകയാണ് അധികം പന്തിയൊന്നും അല്ല. അപ്പൊ നായിക വന്നിട്ട് പറയുകയാണ്, നല്ല കസ്റ്റമർ ആണല്ലേ, ഉടനെ തന്നെ പൈസ ഒക്കെ പേ ചെയ്തിട്ടാ പോയത്. എനിക്ക് അങ്ങനെ തോന്നുന്നൊന്നുമില്ല, അവന്റെ സ്വഭാവം അത്രയ്ക്ക് നല്ലതൊന്നുമല്ലാന്ന് നമ്മുടെ നായികയുടെ ഫ്രണ്ട് പറയുകയാണ് കേട്ടോ. നിനക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കും, അവൻ നല്ല ഒരു ജെന്റിൽമാൻ ആയിട്ടാണ് എനിക്ക് തോന്നിയതെന്ന് പറയുകയാണ്. നമുക്ക് കണ്ടു നോക്കാം. ഇതേ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ നായികയും ഫ്രണ്ടും കൂടി ഇന്നത്തെ കാലം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴായിരിക്കും കേട്ടോ. നിങ്ങളൊരു മീറ്റിങ്ങിന് വന്നില്ലേ, കാരണം നമുക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് ഷോപ്പൊക്കെ ഉള്ളവർക്ക് ഒരു ഇൻഡസ്ട്രിയൽ മീറ്റിംഗ് നടക്കാറുണ്ട്, അപ്പൊ നീ വന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നായിക പറയുകയാണ്, ഞാൻ വന്നുണ്ട്. അപ്പൊ നായികയുടെ ഫ്രണ്ടിനെ അത് പറയുമ്പോൾ, ഞാനില്ലാടി, നീ പോയിട്ട് വാ എന്ന് പറയുകയാണ്. ശരിക്കും നായിക പോണെന്നൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടർഫുൾ ആയിട്ടുള്ള നമ്മുടെ കഥാപാത്രം നായകനായിട്ട് ചെറിയൊരു ക്രഷ് അടിച്ചിരിക്കുകയാണ് നമ്മുടെ നായികയ്ക്ക്. അവനും ഉണ്ടാവെന്ന് പറയുമ്പോൾ, അങ്ങനെയാണോ, അത് ഞാൻ ഉറപ്പായിട്ടും വരാം എന്ന് പറയുകയാണ്. അങ്ങനെ നായികയുടെ ഫ്രണ്ട്, നീ പോയിട്ട് വാ, ഞാൻ എന്തായാലും ഇല്ല, എനിക്ക് കുറെ പരിപാടി ഉണ്ട്. ഇതേ സമയത്ത് നമ്മുടെ നായിക ശരിക്കും പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നായകനെ കാണാൻ വേണ്ടിയാണ്. പക്ഷെ നായകൻ അവിടെ വരാത്തത് കൊണ്ട് അവള് മനസ്സിൽ പറയുകയാണ്, എന്താണ് അവൻ ഇതുവരെ വരാത്ത, കുറെ നേരമായല്ലോ. അങ്ങനെ അവരാണ് ബിയറൊക്കെ അടിച്ച് ഓരോ കാലൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോഴും നമ്മുടെ നായകനായിട്ട് വരികയാണ് കേട്ടോ. നായകനോട് പെട്ടെന്ന് ചോദിക്കുകയാണ്, എടാ നീ എന്താ വഴിക്ക് പോയി, ഇത്ര നേരമായിട്ട് നീ വരാത്തല്ലേ, എനിക്ക് കുറച്ച് പണി ഉണ്ടായിടേ എന്ന് നമ്മുടെ നായകനാണെങ്കിൽ നമ്മുടെ നായികയോട് പറയുകയാണ് കേട്ടോ. അങ്ങനെ അവർ കുറെ കാലൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അതായത് കമ്പനിയുടെ കാര്യത്തെക്കുറിച്ചും നമ്മുടെ പുതിയ ഡെവലപ്മെന്റ്സിനെ കുറിച്ചൊക്കെ, അതായത് അവരെ ചാർട്ടൊക്കെ നോക്കിയിട്ട് അവരൊക്കെ സംസാരിക്കുകയാണ്. പക്ഷെ ഞാൻ ഒട്ടും ഹാപ്പി അല്ല, കാരണം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേ പറ്റൂ, എന്നാൽ മാത്രമാണ് ഞാൻ ഹാപ്പി ആവുകയുള്ളൂ. എന്ത് ചെയ്യാനാ, നമ്മുടെ നാട് വളരെയധികം ഡെവലപ്മെന്റ് കുറവാണ്, ഇനി എന്ത് ചെയ്യും, നമുക്ക് എങ്ങനെ ഡെവലപ്പ് ആക്കി എടുത്തേ പറ്റൂ. ഇതേ സമയത്ത് രണ്ട് ഡിവോഴ്സ് ആയ ആൾക്കാരുടെ കാര്യം പറയുമ്പോൾ അവരിപ്പോൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അതായത് മുന്നേ കണ്ട ഒരു എപ്പിസോഡിൽ ഉണ്ട് കേട്ടോ. അങ്ങനെ ഡിവോഴ്സ് ആയ രണ്ട് ആൾക്കാരെ അങ്ങോട്ട് വരികയാണ്. ഒരു പയ്യന്റെ അമ്മയും അച്ഛൻ ഡിവോഴ്സ് ആയിട്ട് അവരിപ്പോഴും ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പൊ ഇവളാണെങ്കിൽ അവരെ കുറിച്ച് കുറ്റം പറയുകയാണ്, ഇവരിപ്പോഴും ഒരുമിച്ചാണ് ജീവിക്കുന്നത്, അത് അവർ കേട്ടും കൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്. ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന് ആ രണ്ടുപേരും ചോദിക്കും, ഇരുന്നോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് നായികയാണ് ശരിക്കും ബോറടിക്കുകയാണ്. ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവൾ എനിക്ക് നേരെ വാഷ്റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. കുറച്ച് നേരം ഇരുന്ന് നോക്കാം, കുറച്ച് കഴിയുമ്പോൾ അവനായിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റുമായിരിക്കും, അത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നായിക അവിടെ പോയി കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇതേ സമയത്തായിരിക്കും ഒരു റെസ്റ്റോറന്റ് ഓണറിന്റെ മോൾ അങ്ങോട്ട് കയറി വരികയാണ് കേട്ടോ. കയറി വന്നു കഴിയുമ്പോഴാണെങ്കിൽ അവൾ ഒരു മൈൻഡ് ചെയ്യാണ്ടായിരിക്കും അങ്ങോട്ട് പോകുന്നത്. ഇതേ സമയത്ത് ആ ഒരു മാഗസിന്റെ അകത്ത് നമ്മൾ നേരത്തെ കണ്ട ഒരു മാഗസിന്റെ ഒരു ഉണ്ടല്ലോ ഇവളുടെ ഫ്രണ്ട്, അവളുടെ ഭയങ്കര ഫാനാണ് കേട്ടോ ആ കൊച്ചു. അപ്പൊ കൊച്ചിനോട് പറയുക, നിനക്കറിയോ ഇവനാ? അപ്പൊ തിരിച്ചു ചോദിക്കുകയാണ്, ചേച്ചിക്ക് അറിയോ? എനിക്കറിയാം, എൻ്റെ ഒപ്പം പഠിച്ചതാണ്, എൻ്റെ ഫ്രണ്ടാണ്, പിന്നെ എൻ്റെ പേഷ്യന്റുമായിരുന്നു. ഒന്ന് പോയോ എന്ന് വേറെ തള്ളു പറയാണ്ട്, മോളെ സത്യമാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഫ്രണ്ടായിരുന്നു ഇവൻ, വേണമെങ്കിൽ അപ്പൊ എന്തെങ്കിലും തെളിവുണ്ടോ? അത് പിന്നെ തെളിവ് ഇപ്പൊ എൻ്റെ കയ്യില് എന്നും പറഞ്ഞ് അവിടെ നേരെ പോവുകയാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാരും അടിച്ച് പൂസാവുകയാണ്. കാരണം അടിച്ച് പൂസാവണമെന്നല്ല, എല്ലാരും ഞാൻ വീട്ടിൽ പോവാണ്, എനിക്ക് മതിയായി എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പോകുമ്പോ, ഇവളെന്താ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത്, ഇവള് ഞാൻ എടുത്തിനും പോകുന്ന ഓർത്താണ് ഇവളവിടെ കിടക്കുന്നത്. ശരിക്കും അവളത് അഭിനയം കേട്ടോ.
ഇതേ സമയത്ത് നമ്മുടെ നായകനാണെങ്കിൽ അവിടെ പോയി നല്ല അടിപൊളി ഗിറ്റാറൊക്കെ വെച്ച് പാടുകയാണ്. നമ്മുടെ നായിക ഇടം കണ്ണൊക്കെ ഇട്ട് നോക്കുകയാണ്. അന്ന് ഓക്കെ, ഞാൻ പോവുകയാണ്. എല്ലാവരും പോകുമ്പോൾ ഇവള് ആര് കൊണ്ടുപോകാൻ ഇവളീ കിടക്കുന്നു, ഇവളൊക്കെ എണീപ്പിച്ച് വിട്, തട്ടി എണീപ്പിച്ച് വിട്. അപ്പൊ നായകൻ പറയുകയാണ്, കുഴപ്പമില്ല, ഇവിടെ ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിച്ചോളാം, നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ട് പോകാൻ നോക്കുന്ന നമ്മുടെ നായകൻ പറയുകയാണ് കേട്ടോ. നമ്മുടെ നായികയ്ക്കും അത് തന്നെയാണ് വേണ്ടത്. ശരിക്കും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പക്ഷെ ഞാൻ ഒട്ടും റൊമാൻറ്റിക് അല്ല. നിങ്ങൾ റൊമാൻറ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഫീൽ ആയിട്ടുണ്ടാവും. അങ്ങനെ നായികയാണെങ്കിൽ നായകനെ തോളത്ത് കയറി ഇങ്ങനെ പതിയെ പതിയെ പോകുമ്പോഴായിരിക്കും അവളുടെ ചെരുപ്പ് താഴെ പോകുന്നത്. ശരിക്കും അവൾ ഉറങ്ങുകയാണെന്നാണ് അഭിനയിക്കുന്നത്. അവളുടെ മനസ്സിലുണ്ട്, അയ്യോ എന്റെ വില കൂടിയ ചെരുപ്പുകളെ പോകുന്നത്. അപ്പൊ നായകൻ പറയുകയാണ്, നീ അഭിനയിച്ചത് മതി, പോയി ആ ചെരുപ്പ് എടുത്തോ എന്ന് പറയുമ്പോൾ ചേരെ തൊങ്ങി തൊങ്ങി പോയിട്ട് നമ്മുടെ നായികയാണെങ്കിൽ ആ ചെരുപ്പ് എടുക്കുകയാണ് കേട്ടോ. നിനക്ക് അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ലാലേ, നീ അയൽവാസികളായിട്ട് ഫ്രണ്ട്സ് ആവാൻ നോക്ക്. ആര് പറഞ്ഞേ എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാന്ന്? നീ ആണ് പറഞ്ഞാൽ മതിയോ? അന്നൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരു 5 സെക്കൻഡ് തരാം. നീ 5 സെക്കൻഡിനുള്ളിൽ നിന്റെ 5 ഫ്രണ്ട്സിന്റെ പേര് പറഞ്ഞേ. അപ്പൊ നമ്മുടെ നായികയുടെ കൂടെ ഇപ്പൊ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ആ ഫ്രണ്ടിന്റെ പേര് മാത്രമാണ് പറയുന്നത്. എനിക്കറിയാടി നിനക്ക് അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്ന്. നീ മര്യാദയ്ക്ക് ഇവിടെ ആൾക്കാരൊക്കെ ഫ്രണ്ട്സ് ആവാൻ നോക്ക്. നിന്റെ ഉപദേശം ഒന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ എല്ലാവരും നല്ല ഫ്രണ്ട്സ് ആണ്. പക്ഷെ എനിക്ക് പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓഹോ, അങ്ങനെയാണല്ലേ, നീ ചുമ്മാ പറയല്ലേ, എനിക്കറിയാം നിനക്ക് നല്ലൊരു ഫ്രണ്ട്സ് ഒന്നും ഇല്ലാന്ന്. എന്നാ ആയിക്കോട്ടെ, ഞാൻ പോകുന്നു, നിന്നെ മിണ്ടൂല. അങ്ങനെ നേരെ ചെന്നിട്ട് നമ്മുടെ നായികയാണെങ്കിൽ, അതായത് ആ ഒരു മാഗസിനിലുള്ള, അതായത് ആ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞല്ലോ അത് പേഷ്യന്റ് ആയിരുന്നു, അങ്ങനെ തെളിവ് കിട്ടുകയാണ്. ആ ഫോട്ടോ തന്നെ തെളിവ് കിട്ടുകയാണ്. അങ്ങനെ നായകനാണെങ്കിൽ ഇപ്പൊ അവന്റെ പഴയ, അതായത് അവന്റെ അപ്പൂപ്പന്റെ പഴയ ബോട്ടൊക്കെ അവൻ ഇങ്ങനെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നേരെ മുകളിലോട്ട് നോക്കി ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഇതേ സമയം നേരെ ആ റെസ്റ്റോറൻറ്റിലോട്ട്, രാവിലെ ആകുമ്പോൾ നേരെ റെസ്റ്റോറൻറ്റിലോട്ട് നമ്മുടെ നായിക ചെല്ലുകയാണ്. നിങ്ങളുടെ മോൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ, എന്റെ മോള് ഇപ്പൊ സ്കൂളിൽ പോയിരിക്കുകയാണ്, അവള് വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല എന്ന് പറഞ്ഞ് നേരെ നായിക അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. എനിക്കൊരു കോഫി വേണമായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ, കോഫിയൊക്കെ തരാം, പക്ഷെ ഡെലിവറി ചാർജ് ആയിട്ട് 200 രൂപ വേണം എന്ന് നമ്മുടെ നായകൻ പറയുകയാണ്. നായകന്റെ മോളല്ല, ആ റെസ്റ്റോറന്റിലെ ഉടമയാണ്. അപ്പൊ 200 രൂപ വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ നായിക വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് കേട്ടോ. മുത്തശ്ശി വന്നോ, ഇടയ്ക്കൊക്കെ വന്നോട്ടെ, ചെക്കപ്പ് ഒക്കെ ചെയ്താലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ, എന്തായാലും വരെ മോളെന്ന് പറയുകയാണ്. അങ്ങനെ വീണ്ടും ആ നരമ്പ് രോഗി വീണ്ടും ഹോസ്പിറ്റലിലോട്ട് വരികയാണ്. അതായത് ഫസ്റ്റ് തന്നെ നമ്മുടെ നായകയുടെ ഫ്രണ്ടിന്റെ കൈമ കയറി പിടിച്ചല്ലോ. അങ്ങനെ അവനാണെങ്കിൽ വീണ്ടും വന്നിട്ട്, എനിക്ക് നല്ല വേദന ഉണ്ട് കേട്ടോ, എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. ചെയ്തു തരാമല്ലോ. ഈ സമയത്ത് നായികയാണെങ്കിൽ അവിടെ നിൽക്കുന്ന സമയത്ത് നായക കൊണ്ട് കോഫി കൊടുക്കുകയാണ്. പക്ഷെ 200 എക്സ്ട്രാ ഒന്നും വാങ്ങുന്നില്ല കേട്ടോ. നോർമൽ ഒരു കോഫിയുടെ പൈസ മാത്രം വാങ്ങുന്നുള്ളൂ. ഇതേ സമയത്ത് നേരെ നമ്മുടെ നായകി നേരെ ചെന്നിട്ട് പറയുക, നീ കാണിച്ചെന്ന അയാളുടെ ഫോട്ടോ ആണ്, നീ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫ്രണ്ട് ആണെന്ന്. ചേച്ചി പറഞ്ഞ ശരിയാണോ? കൊള്ളാലോ, അയാൾ എങ്ങനെയാണ്, അയാൾ സൂപ്പർ ആണോ ചോദിക്കും. കുഴപ്പമൊന്നുമില്ല, എന്റെ പേഷ്യന്റ് ഒക്കെ ആയിരുന്നു. ഇതേ സമയത്ത് നമ്മുടെ നായകനാണെങ്കിൽ ഒരു ദിവസം എന്തായാലും ലീവ് എടുക്കും കേട്ടോ. ആ ദിവസം ഒരു പണിക്ക് നമ്മുടെ നായകൻ പോവില്ല. അപ്പൊ അവിടെയുള്ള ആൾക്കാരോട് പറയും, എടാ എന്റെ അവിടെ കറണ്ട് പോടും, ഒന്ന് നീ ഒന്ന് റെഡിയാക്കി താ. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ഇന്നത്തെ ഒരു ദിവസം സ്കേറ്റ്, അത് വാട്ടർ സ്കേറ്റിംഗ് ചെയ്യുമ്പോൾ എന്നെ ആരും ശല്യപ്പെടുത്തരുത്, ഞാൻ എന്തായാലും വരാൻ പോകുന്നില്ല. അങ്ങനെ അവനാണെങ്കിൽ അവന്റെ കാര്യങ്ങൾ നോക്കുന്നു. ഇതേ സമയത്ത് ആ നരമ്പ് രോഗിയാണെങ്കിൽ നായികയുടെ ഒപ്പം, നായികയുടെ കൂട്ടുകാരുടെ ഒപ്പം സ്കാനിങ് സെന്ററിലേക്ക് ഇരിക്കുകയാണ്. നായിക പറയുകയാണ്, നീ ഒന്ന് ഇവിടെ നോക്കിയിട്ടെന്നും പറഞ്ഞുകൊണ്ട് പോവുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ആ നേരത്തെ ഡൈവോഴ്സ് ആയ 2 ആൾക്കാരുണ്ടല്ലോ, അവന്റെ പഴയ കാമുകിയെ കാണിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പഴയ കാമുകി. നീ ഇവിടെയാണോ? അതെ, ഞാനിപ്പോ ഇങ്ങോട്ട് സ്ഥലം മാറി വന്നാണ്, കുറെ നാളായി ഇതിനെ കണ്ടിട്ട് ചോദിക്കുമ്പോൾ, അതെ, ഇനി തൊട്ട് ഞാൻ ഇവിടെയാണ്. ഇതേ സമയത്ത് നമ്മുടെ ആ ഡൈവേഴ്സ് ആയ ആളുടെ ഭാര്യ, ഡൈവേഴ്സ് ആയ അയാൾ അവിടെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു മാർക്കറ്റിലുള്ള ഒരാൾ പോയി വിളിച്ചുകൊണ്ട് വരികയാണ്. ഇതേ സമയത്ത് അവന്റെ പല്ലൊക്കെ എടുത്തൊക്കെ ഇങ്ങനെ ശരിയാക്കുകയാണ്. അപ്പൊ കുറെ നേരം അവനെ മിസ്ബിഹേവിയർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ അവൻ വീണ്ടും പറയുക, എനിക്ക് പല്ലിന്റെ വേദന മാറിയില്ല. അപ്പൊ സാറേ, പല്ലിന്റെ വേദന മാറുമ്പോൾ കുറച്ച് ടൈമൊക്കെ എടുക്കും, എനിക്ക് മാറിയില്ല, എനിക്ക് വീണ്ടും ശരിയാക്കി തന്നേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ശരിയാക്കണ സമയത്താണെങ്കിൽ അവനാണെങ്കിൽ അവളുടെ മേത്തിനെ ഇങ്ങനെ പിടിച്ചിങ്ങനെ മിസ്ബിഹേവിയർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ നായിക അങ്ങോട്ട് വന്നിട്ട് അവളെ പിടിച്ച് മാറ്റുക. എടാ, നീ ഇത്രയും വൃത്തിയിട്ടവനാണ്, ഇറങ്ങി പോടാ എന്റെ ഇവിടെ നിന്ന്, നീ ഇത്രയും വൃത്തിയിട്ടവനാണെന്ന് വിചാരിച്ചില്ല. ഓഹോ, ഇപ്പൊ ഞാൻ വൃത്തിയിട്ടവനാണെന്നല്ലേ, ഞാൻ വൃത്തിയിട്ടവനാണെന്നോ? എടി, നീയൊക്കെ വന്നിട്ട് കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ, എന്നെ ഇവിടത്തുകാർക്ക് അറിയാം, ഞാൻ പോലീസിനെ വിളിച്ചിട്ട് നിന്റെ സ്ഥലം പൂട്ടി കാണിച്ചു തരാം. ഇതേ സമയത്ത് നമ്മുടെ അമ്മൂമ്മയാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. നീ അന്നെ പൂട്ടി കാണിക്കടാ, നീ കുറെ നേരമായാലും മോശം കാണിച്ചൊന്നും പോലെ ഇപ്പൊ എന്റെ മക്കട്ട് കയറാൻ പറ്റോ? നീയൊക്കെ പറഞ്ഞ ആരുടെ ഇത് വിശ്വസിക്കാൻ പോകുന്നത്? നീയൊക്കെ ഇവിടെ വരുത്തനാണ്, വരുത്തൻ വന്നിട്ട് എന്റെ മക്കട്ട് കയറാൻ നോക്കിയാൽ നിന്നൊക്കെ ഇവിടെ പറപ്പിക്കുമെന്ന് പറയുകയാണ്. ശരിക്കും ഇതെന്ന ലാംഗ്വേജ്, ഇതൊക്കെ തന്നെയാണ് അവനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒറ്റ ചവിട്ടനെ മൂക്കിനെ കൊടുക്കുകയാണ്. നേരെ എന്റെ ഫോൺ തെറിച്ച് തലത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഓഹോ, അന്ന് നീ കൊണ്ടുപോയി കാണിച്ചത് ആടെ പൂട്ടിച്ചത്, അങ്ങനെ തല്ലാൻ വീണ്ടും അപ്പുറത്ത് മൊത്തം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ നായകൻ ഓടി ഒരേറ്റ
ഒറ്റ ചവിട്ട് ഓടുകയാണ്. എടി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ല. എടാ നായികയുടെ മേത്തങ്ങനെ പിടിച്ചു, എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തന്നെ അവൾക്കും ചെറിയൊരു ക്രഷ് അടിക്കുകയാണ്. അങ്ങനെ എല്ലാവരും താഴ്ത്തിനൊക്കെ എടുക്കുകയാണ് കേട്ടോ. കാരണം പോലീസ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അല്ലാണ്ട് പറ്റില്ലല്ലോ. അങ്ങനെ പോലീസ് വരുമ്പോഴാണെങ്കിൽ എല്ലാവരും താഴ്ത്തിനൊക്കെ എടുക്കുകയാണ്. മറ്റവരെ മൂക്കാൻ വേണ്ടി ഇടിച്ച് പൊളിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആ പോലീസ് ഓഫീസർ പറയുകയാണ്, എടാ നിന്റെ കയ്യിലിരിപ്പ് നീ ഇവിടെ തന്നെ വെച്ചാൽ പോലെ, എന്തിനാ നീ മറ്റുള്ള മുഖത്തോടെ കയറ്റാൻ വന്നത്? ഇപ്പൊ എന്റെ കുട്ടിയായില്ലേ, നിങ്ങൾ അവർക്കെതിരെ നേരെ കേസ് എടുക്ക്. എടാ നിന്റെ സ്വഭാവമൊക്കെ ഞങ്ങൾക്ക് അറിയാം, നീ വേറെ ഞങ്ങളുടെ മെക്കട്ടെ കയറാൻ നിൽക്കണ്ട, നീ മര്യാദക്ക്. ഇതേ സമയത്ത് നമ്മുടെ നായകനെയും പോലീസ് ഇവിടെ ജയിലിലിട്ടേക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ നായികയുടെ ഫ്രണ്ട് വന്നിട്ട് പറയുകയാണ്, എടി ഇത് ഞാൻ കാരണമല്ല ഇപ്പൊ സംഭവിച്ചെങ്കിൽ എന്ത് ചെയ്യും? ഇതേ സമയത്താണെങ്കിൽ ആ ഒരു റെസ്റ്റോറൻറ്റിലോ ഓണർ അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവള് പറയും, എടി പോട്ടിയുടെ നിന്നോട് അയാൾ മിസ്ബിഹേവ് ചെയ്തുകൊണ്ടല്ലേ നീ അങ്ങനെയൊക്കെ ചെയ്തത്, കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ അമ്മൂമ്മയാണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത്, അതായത് ആ ഞരമ്പ് രോഗിയുടെ ഫോൺ എടുത്ത് അവൻ്റെ കൊടുക്കുകയാണ്. എടാ നിന്റെ ഇതൊക്കെ നമുക്ക്, അതൊരു പോലീസ് ഓഫീസറാണ് ഇവൻ, എടാ നിന്റെ ഇതൊക്കെ നമുക്കറിയാം, അതിനുള്ള തെളിവുണ്ട്, ഞാൻ കാണിച്ചുള്ള തെളിവുണ്ട്, നിങ്ങൾ തെളിവുണ്ടെങ്കിൽ കാണിക്ക്. എടാ നീ മര്യാദയ്ക്ക് കേസ് പിൻവലിച്ചിട്ട് പൊക്കി, ഈ ഫോണിലുള്ള കാര്യമൊക്കെ നമുക്കറിയാം, ഇതെല്ലാം പുറത്താക്കും. എന്റെ ഫോൺ തരാൻ പറഞ്ഞ് അവൻ കിടന്നിങ്ങനെ കാറുകയാണ് കേട്ടോ. അപ്പൊ മനസ്സിലാവുകയാണ് ഞാൻ തന്നെ ചെയ്തത്, എന്നെ ഒന്നും ചെയ്യല്ലേ പ്ലീസ്, എനിക്ക് വേദനിക്കണം. അങ്ങനെ അവൻ അവിടെ നിന്ന് തന്നെ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ആ ഒരു ഇത് മാറുകയാണ് കേട്ടോ. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ, അതായത് ആ ഡൈവേഴ്സ് ആയവനുണ്ടല്ലോ, അങ്ങനെ അവൾ അതായത് പഴയ കാമുകി അവനെ കാണാൻ വേണ്ടി വരികയാണ്. ഞാൻ ഇപ്പോഴും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിരിക്കുകയാണ്, എന്നിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഓഹോ നീ ഇവിടെ തന്നെ ഉണ്ടാവോ? ഇതേ സമയത്ത് അതായത് ആ നമ്മുടെ മറ്റേ ഇതായല്ലോ, അതായത് ഡൈവേഴ്സ് ആയ ആ കൊച്ചിനെയും അതായത് അവളെയും കൊണ്ടുവന്ന് കാണിക്കുകയാണ്. കണ്ടാതെ ഇവര് പഴയ കാമുകിയൊക്കെ ആയിട്ടാണ്. അങ്ങനെ അവൾക്ക് ശരിക്കും വിഷമം വരികയാണ്, പാവം. ഇതേ സമയത്ത് നമ്മുടെ നായികയും ഫ്രണ്ടിനെയാണ് കാണിക്കുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടാവും, നമ്മൾ ഇത്ര സഹായിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഇതേ സമയത്ത് നേരെ അതായത് നമ്മുടെ നായികയുടെ ഫ്രണ്ടിനാണെങ്കിൽ ഈ ഒരു പോലീസ് ഓഫീസറിനെ ക്രഷ് അടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ പറയുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്, നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ, എന്തെങ്കിലും എന്നെ കോൾ ചെയ്താൽ മതി, നമുക്ക് എല്ലാം റെഡിയാക്കാം, ഇനി എല്ലാതും ഞാൻ നിന്റെ ഒപ്പം ഉണ്ടാവും എന്ന് പറയുകയാണ് നമ്മുടെ പോലീസുകാരൻ കേട്ടോ. അങ്ങനെ അവൾക്കും വളരെയധികം സന്തോഷമാവുകയാണ്. സമയം നായികയാണെങ്കിൽ നായകന് മെസ്സേജ് അയക്കുകയാണ്, അവരിങ്ങനെ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അങ്ങനെ വൈനൊക്കെ വാങ്ങിച്ചുകൊണ്ട് നായകനെ കാണാൻ വേണ്ടി പോവുകയാണ്. കാരണം എത്ര ഹെൽപ്പ് ചെയ്തതല്ല, അപ്പൊ എന്തെങ്കിലും സഹായം ചെയ്തേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് നമ്മുടെ നായകയും കൂടി അവിടെ നിന്ന് വൈനൊക്കെ അടിക്കുകയാണ്. അങ്ങനെ ഓരോ കാലിലൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ വളരെയധികം തമാശയായിട്ട് ഫണ്ണിയായിട്ട് സംസാരിക്കും. ആ ഫോട്ടോ കാണാൻ നീയാണോ? ഞാൻ തന്നെയാണെന്ന് പറയുകയാണ്. എന്ത് ചൂടാണ് ഇവിടെ, വളരെ നല്ല ചൂടാണല്ലോ. ചെറുതായിട്ട് ഇവിടെ നല്ല ചൂടാണ്, കാരണം ഈ അടുത്ത് കടലുള്ളതുകൊണ്ട് ചില സമയത്തിന് വേലി ഇറങ്ങുന്ന സമയത്ത് നല്ല ചൂടായിരിക്കും. ഇതേ സമയത്ത് നമ്മുടെ നായകൻ നല്ല ക്രഷ് അടിച്ചിരിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും പറയാനാണെങ്കിൽ പറയാനും പറ്റുന്നില്ല, പക്ഷെ പറയാണ്ടിരിക്കാനും പറ്റുന്നില്ല. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട പൊന്നു മക്കളെ. അങ്ങനെ അവരാണെങ്കിൽ ഓരോ കാലൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരിങ്ങനെ ആ കള്ളൻ ഇടിച്ച കാര്യങ്ങളും ആ ഞരമ്പ് രോഗിയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. നിന്റെ കാര്യങ്ങളെല്ലാം, അതായത് ചൂടെടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ നായകനാണ് നേരെ ഐസ് ബോട്ടിൽ അങ്ങോട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. അതായത് അവന്റെ കൈയിനെ തണക്കാനാണ് ഇങ്ങനെ വെക്കുന്നത്. അതേ സമയത്ത് ഇങ്ങനെ അതായത് ചുമ്മാ കാഷ്വലായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ നീ എവിടെ പഠിച്ചത്, നിന്റെ അച്ഛനും അമ്മ എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനതിനൊന്നും മറുപടി ഒന്നും പറയുന്നില്ല. അതേ സമയത്ത് ഭയങ്കര ചൂടെടുക്കുമ്പോൾ നമ്മുടെ നായകനാണെങ്കിൽ നേരെ ഐസ് ബോട്ടിൽ അവിടെ ഇങ്ങനെ കുറെ തന്നെ കൈ വെച്ചിട്ടുണ്ടാവില്ല, കൈ നായകന്റെ മുഖത്തോട്ട് വെക്കുകയാണ്. അവൾക്ക് ആകെ ഇങ്ങനെ മഞ്ഞുരുകിയ ഫീൽ ആവുകയാണ് കേട്ടോ. ഇത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ നേരത്തെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. നമ്മുടെ മുത്തശ്ശിയാണ് നമ്മുടെ നായകനെ വിളിച്ചു വരുത്തിയത്. കാരണം ഞരമ്പ് രോഗി ഹോസ്പിറ്റലിൽ ഇങ്ങനെ അടിക്കാവുന്ന സമയത്ത് വിളിച്ചു വരുത്തിയ കേട്ടോ. ആ സമയത്താണ് അവൻ അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നത്. ഇവരെ കാണുന്നുണ്ട്, കാരണം അന്നൊരു പണിക്കും പോവില്ല, അതായത് സ്കേറ്റിന്റെ സമയത്ത് ഒരു പണിക്കും പോകില്ല അവൻ നേരത്തെ പറഞ്ഞാണ്. ഇത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ്.